ദിവ്യ എസ് അയ്യറെ പകപോക്കലിന്റെ ഭാഗമായി മേനോൻ മുഖ്യമന്ത്രി വിഴിഞ്ഞം CMD സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതിന് പിന്നാലെ സ്ഥാനമൊഴിഞ്ഞതിന് മുന്നോടിയായിട്ട് അവർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ ഇത്തരം നീക്കത്തിൽ പലതിനുമുള്ള ഉത്തരം ആ പോസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ 2 വരികളിലുണ്ടെന്ന് തോന്നി. അത് ഇങ്ങനെയാണ്: വിഴിഞ്ഞം വളർന്നുകൊണ്ടേയിരിക്കും, വെളിച്ചം വീശിക്കൊണ്ടേയിരിക്കും. ആ 2 വരികൾക്കിടയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെയ്ത സൽപ്രവർത്തികളും അതിന് നേതൃത്വം കൊടുത്ത നേതാവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിനും അതിനോടൊപ്പം തന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകളുടെ ഭാഗമായി ദിവ്യ എസ് അയ്യർ എന്ന ഉദ്യോഗസ്ഥയെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച പ്രതികാര നടപടികൾക്കുള്ള മറുപടിയാണ്. ഒരു സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കില്ല, വെളിച്ചം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് മേനോൻ മുഖ്യമന്ത്രിക്ക് ദിവ്യ മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്ത് ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ? നാളത്തെ യജ്ഞത്തിനെന്ത് ഹവിസായി കൊടുത്തു നീ? വാക്ക് മധുസൂദനൻ നായർ. തുടർന്ന് ദിവ്യത ഇങ്ങനെ കുറിക്കുന്നുണ്ട്: നീ തന്നൊരക്ഷരം ചേർത്തു വെച്ച് വാക്കുകൾ കൊരുത്ത് വാചകങ്ങൾ തീർത്ത് ഖണ്ഡികകൾ നെയ്തൊരു അധ്യായം തീർത്തു ഞാൻ. പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ച് ഞാൻ പോകവേ എൻ മുന്നിൽ നീ എത്തിച്ച മനുഷ്യരെയെല്ലാം എൻ പ്രാണനാൽ പ്രതീക്ഷയുടെ തിരി തെളിയിച്ചു ഞാൻ. നാളത്തെ സ്വപ്നത്തിന് ഹവിസായി എൻ അറിവും അധ്വാനവും കൊടുത്തു ഞാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന താരകം ലോകത്തിന്റെ വിഹായസിൽ തിളങ്ങവേ അത് ചൂണ്ടിക്കാണിച്ചു. ആ നക്ഷത്രം 2023 മുതൽ 26 വരെ എനിക്കും വെളിച്ചം വീശി എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തി എന്നത് എന്നെന്നും ഓർക്കും. എൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ഈ നാടിൻ്റെ സ്വപ്നഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഈ നാളുകൾ ഏറെ ദുഷ്കരം, പ്രിയങ്കരം. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദ്ധതിയെ നാടിന് പൂർണ്ണ രൂപത്തിൽ സമർപ്പിക്കാനാകുന്നത് നിശ്ചയദാർഢ്യത്തോടെയുള്ള കൂട്ടായ പ്രയത്നത്തിലൂടെയാണെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. ഒരൊറ്റ ലക്ഷ്യം, ഒരുപാട് തടസ്സങ്ങൾ, 1000 നേട്ടങ്ങൾ. അതായിരുന്നു ഞങ്ങൾക്ക് വിഴിഞ്ഞം. എന്നെ നയിച്ച, എന്നെ വഹിച്ച എല്ലാ നല്ലവർക്കും നന്ദി, സ്നേഹം. വിഴിഞ്ഞം വളർന്നുകൊണ്ടേയിരിക്കും, വെളിച്ചം വീശിക്കൊണ്ടേയിരിക്കും. ഇതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദിവ്യ കുറിച്ചിരിക്കുന്ന വരികൾ. ചിലർക്കുള്ള മറുപടികൾ അതിലുണ്ട് എന്ന് വേണമെങ്കിൽ ഈ അവസാനത്തെ വാചകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഒരു പദവിയിൽ നിന്ന് മാറ്റി എന്ന് കരുതിക്കൊണ്ട് വെളിച്ചം അവിടെ നശിക്കില്ല, ആ വെളിച്ചം ഇങ്ങനെ വീശിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ കോൺഫിഡൻസ് എന്ന് ആ വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് വായിച്ചപ്പോൾ തോന്നി. എന്തായാലും മംഗലാപുരത്തെ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം തുറമുഖ വകുപ്പ് ഏറ്റെടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം തുറമുഖവുമായി ബന്ധപ്പെട്ട് തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ആ പദവിയിൽ ഇരിക്കണം, ദിവ്യ എസ് അയ്യറെ പോലെ അവിടെ ഇരിക്കുന്നത് സേഫ് അല്ല എന്ന നിലയ്ക്ക് അവരെ തെറിപ്പിച്ചുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെയാണ് വരുംകാലങ്ങളിലെ വിഴിഞ്ഞ നിഗൂഢതകൾ എന്നൊക്കെ കേരളം കണ്ടു തന്നെ അറിയേണ്ട കാഴ്ചയാണ്. അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഹൃദ്യമായ വാക്കുകളിലൂടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നന്നായി നിർവഹിച്ചതിന്റെ ചാരിതാർത്ഥ്യം ആ കുറിപ്പിലൂടെ കുറിച്ചതിന് ശേഷമാണ് ദിവ്യ എസ് അയ്യർ പടിയിറങ്ങുന്നതെന്ന് വ്യക്തം.